Praise Lord. കേൾക്കാമല്ലോ. കേൾക്കാം പാസ്റ്റർ. കേൾക്കാം. പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീത സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തന്ന ഈ അവസരങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എനിക്ക് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ പ്രിയ റിജോയ്സ് മിനിസ്ട്രിയിൽ പ്രിയ സണ്ണിച്ചായനോടും ദൈവമക്കളോടും എല്ലാം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന കൃപയ്ക്കും അവസരത്തിനുമായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. എപ്പോഴും ഈ റിജോയ്സ് മിനിസ്ട്രിയിൽ വരുവാൻ, അതിനെ ശുശ്രൂഷിക്കാനൊക്കെ അവസരം ലഭിച്ചത് ഒരു സന്തോഷമാണ്. ഞാൻ അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവെഴുത്തുകളുടെ മുമ്പിലേക്ക് അടുത്ത് വരാം. നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിച്ചതുപോലൊക്കെ തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ എത്ര ടഫാണേലും ദൈവം അതിന്റെ നടുവിൽ വാഴുന്നു. കർത്താവ് വാഴുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. സാഹചര്യങ്ങളല്ല വലുത്, ദൈവത്തിന്റെ നമ്മുടെ ലൈഫിന്മേലുള്ള അധികാരമാണ് വലുത്. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളൊരു തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനാണ്. അതിന്റെ 5-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കാൻ താല്പര്യപ്പെടുന്നത്. 1 തെസ്സലോനിക്കർ 5:18 അത് ഇപ്രകാരമാണ്: എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. തെസ്സലോനിക്ക ലേഖനത്തിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അപ്പോസ്തലനായ പൗലോസ് ഒരു ആ ജനം അഭിമുഖീകരിച്ച ഒരു വിഷയത്തെ അതിനെ ഗൗരവമായിട്ട് അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒത്തിരി പ്രത്യാശ നിറഞ്ഞൊരു പുസ്തകമാണ് തെസ്സലോനിക്ക ലേഖനം എന്ന് പറയുന്നത്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് തെസ്സലോനിക്ക ലേഖനം ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലേഖനമാണ്. കാരണം ഒരു സഭ എങ്ങനെ ആയിരിക്കണമെന്ന്, ആ സഭയുടെ ആറ്റിറ്റ്യൂഡും സമൂഹത്തോടുള്ള കാഴ്ചപ്പാടും എങ്ങനെ ആയിരിക്കണമെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ചർച്ചയാണ് ശരിക്കും തെസ്സലോനിക്ക സഭ. 2, പൗലോസ് തൻ്റെ ലൈഫ് അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷ എങ്ങനെയായിരിക്കണം, അതിനെ എത്രത്തോളം താൻ ഗൗരവമായിട്ട് കാണുന്നു എന്നത് വെളിപ്പെടുത്തിയ ഒരു ബുക്കാണ് ഈ തെസ്സലോനിക്ക ലേഖനം എന്ന് പറയുന്നത്. അടുത്ത 3-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പം ഇതിനപ്പുറത്തെന്താണ്, നമ്മുടെ പ്രത്യാശ എവിടെയാണ്. അപ്പൊ പ്രത്യാശയെ ഉറപ്പാക്കുന്ന ഒരു ലേഖനമാണ് ഈ തെസ്സലോനിക്ക ലേഖനം എന്ന് പറയുന്നത്. ഞാൻ അതെല്ലാം പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നില്ല, 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ശരിക്കും ഈ സഭയെപ്പറ്റി പൗലോസ് പറയുന്ന 1-2 പദപ്രയോഗങ്ങളുണ്ട്. അതിന്റെ 1-ാം അധ്യായം 2-ാമത്തെ വാക്യമൊക്കെ പറയുന്നുണ്ട്: ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത. അപ്പം ഇതെല്ലാം ഓർത്ത് ദൈവത്തിന് എന്ത് ചെയ്യാണ്? സ്തോത്രം ചെയ്യുകയാണ്. അപ്പം അവരുടെ വിശ്വാസത്തിന്റെ വേല ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. അവരുടെ സ്നേഹത്തിന്റെ പ്രയത്നം ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല, അവരുടെ പ്രത്യാശയുടെ സ്ഥിരത. അപ്പം എത്ര മനോഹരമായ ഒരു ചർച്ചയാണ് അവര്. കാരണം അവര് വിശ്വാസത്തിന്റെ പ്രവർത്തികൾ അവരിലുണ്ടായിരുന്നു, സ്നേഹത്തിന്റെ അധ്വാനം അവരിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ ലോകത്തിന് വെളിപ്പെടുത്തി എന്താണ് റിയൽ ഫെയ്ത്ത് എന്ന്, എന്താണ് റിയൽ ലവ് എന്ന് അവർ ലോകത്തിന് വെളിപ്പെടുത്തി. അതുകൊണ്ട് തീർന്നില്ല, എന്താണ് റിയൽ ഹോപ്പ് എന്ന് അവർ വെളിപ്പെടുത്തി. ശരിക്കും പൗലോസ് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിനകത്ത് കാണുന്ന ഒരു കാര്യമുണ്ട്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഈ തെസ്സലോനിക്ക സഭയെ നോക്കിയ ഈ 3 കാര്യവും ഈ സഭയെ നമുക്ക് കാണാം. 3 കാര്യവും കാണാം: വിശ്വാസത്തിന്റെ വേല, സ്നേഹത്തിന്റെ പ്രയത്നം, പ്രത്യാശയുടെ സ്ഥിരത. എന്ന് പറഞ്ഞാൽ എന്താണോ ദൈവത്തിന്റെ ഹൃദയം അതുപോലെ ലോകത്തിന് വെളിപ്പെടുത്തി നൽകിയ ഒരു ചർച്ചാണ് ശരിക്കും ഈ തെസ്സലോനിയൻ ചർച്ച എന്ന് പറയുന്നത്. അത്രയ്ക്ക് മനോഹരമായി തീർന്നിട്ടില്ല. അടുത്തത് ഇവരുടെ മറ്റൊരു ഗുണഗണങ്ങൾ. നമ്മൾ അതിന് 5-ാമത്തെ വാക്യം നോക്കി അവിടെ കാണാൻ പറ്റുന്നുണ്ട്. 6-ാമത്തെ വാക്യം: ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അപ്പൊ ശ്രദ്ധിക്കണേ, അവര് വിശ്വാസമുള്ളവരായിരുന്നു, അവർ സ്നേഹമുള്ളവരായിരുന്നു, അവർ പ്രത്യാശയുള്ളവരായിരുന്നു. അടുത്തത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, എങ്ങനെയാണ് വചനത്തോട് നമ്മൾ പ്രതികരിക്കുന്നത്. ഇവരെ പറ്റി പറയുന്നത് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും വചനം കൈക്കൊണ്ടവരാണ് ഇവര്. അവിടെ കൊണ്ട് തീർന്നില്ല, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ബഹു കഷ്ടങ്ങളുടെ നടുവിൽ. ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു തുടങ്ങിയതാ, നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇന്നത്തെ സാഹചര്യം ആയിരിക്കത്തില്ല നാളത്തെ.
ഇന്നത്തെ സെക്യൂരിറ്റി നാളെ കാണണമെന്നില്ല, ഇന്നത്തെ ആരോഗ്യം നാളെ കാണണമെന്നില്ല, ഇന്ന് സർക്കംസ്റ്റാൻസ് നമുക്ക് അനുകൂലമാണ്, നാളെ അങ്ങനെ ആകണമെന്നില്ല. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ചിലപ്പം ഞെരുക്കത്തിന്റെ വഴിയിലൂടെ പോകേണ്ടി വരും, ബഹു കഷ്ടങ്ങളിലൂടെ പോകേണ്ടി വരും, ആയാസകരമായ അനുഭവങ്ങളൊക്കെ മാറും, പീർ പ്രഷറിലൂടെ പോകേണ്ടി വരും. ഇതിന്റെ നടുവിലും വചനത്തെ കൈക്കൊള്ളാൻ കഴിഞ്ഞാൽ ഈ വചനത്താൽ നമുക്ക് ജീവിക്കാൻ കഴിയും. ഇവിടെ പറയുന്നൊരു പദമുണ്ട്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അവർ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് ശരിക്കും സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ, ആത്മാവിന്റെ ഫലങ്ങളെ പറ്റി പറയുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം. അപ്പൊ അതിനകത്തെ ഒരു ഗുണഗണങ്ങളാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. അപ്പം ഇവർ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുക മാത്രമല്ല, അവരുടെ ലൈഫിനകത്തൂടെ ആ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം, അത് വചനത്തോടുള്ള പ്രതികരണം, ഇതിനകത്തൂടെ ഒക്കെ എന്ത് ചെയ്തു, അത് ഉറപ്പു വന്നു, കൈക്കൊണ്ടു, കർത്താവിന് അനുകാരികളായി തീർന്നു, ക്രിസ്തുവിന്റെ പിൻപേ അവർ പോയി. എത്ര മനോഹരമായ സാക്ഷ്യമാ. എന്നിട്ട് അതുകൊണ്ട് തീർന്നില്ല. 7ാമത്തെ വാക്യം പറയുന്നത്, അങ്ങനെ നിങ്ങൾ മക്കതോനിയയിലും അക്കായയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും എന്തായി തീർന്നു, മാതൃകയായി തീർന്നു. എന്ന് പറഞ്ഞാൽ നല്ല ലെഗസി ഉള്ളൊരു ചർച്ചായിരുന്നു ഈ തെസ്സലോനിയൻ ചർച്ച് എന്ന് പറയുന്നത്. നല്ല ലെഗസി ഉള്ളൊരു ചർച്ച്. ഒത്തിരി സ്ഫോടനാത്മകമായ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ചെറിയൊരു ക്രൈസ്റ്റ് അവർക്കുണ്ടായിരുന്നു, അതിനെ പൗലോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മാതൃകയായ ഒരു ചർച്ചായിരുന്നു ഈ തെസ്സലോനിയൻ ചർച്ച് എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ കൊണ്ട് തീർന്നില്ല. 8ാമത്തെ വാക്യം, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കതോനിയയിലും അക്കായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഈ ചർച്ചിനെ പറ്റിയുള്ള, അവരുടെ വിശ്വാസത്തെ പറ്റിയുള്ള, അവരുടെ പ്രത്യാശയെ പറ്റിയുള്ള, അവരുടെ സ്നേഹത്തെ പറ്റിയുള്ള നല്ല വാർത്തകൾ കമ്മ്യൂണിറ്റികൾ അത് കണ്ടു, സമൂഹങ്ങൾ അത് കണ്ടു. എങ്ങനെ ഒരു ചർച്ച ആയിരിക്കണമെന്ന് അവരുടെ ലൈഫിലൂടെ വെളിപ്പെടുത്തി. എത്ര മനോഹരമായ സാക്ഷ്യമാണ് പൗലോസ് ഈ തെസ്സലോനിക്ക സമൂഹത്തെ പറ്റി പറയുന്നത്. എൻ്റെ പ്രിയരെ, നമ്മളും ദൈവം നമ്മെ ആക്കി വെച്ച വ്യവസ്ഥിതിക്കകത്ത്, ദൈവം നമ്മെ ആക്കി വെച്ച സഭകൾക്കകത്ത് നമ്മിൽ നിന്ന് വിശ്വാസത്തിന്റെ പ്രവർത്തികൾ, സ്നേഹത്തിന്റെ പ്രയത്നങ്ങൾ, പ്രത്യാശയുടെ സ്ഥിരത, ഇതിലെല്ലാം ഉറച്ചു നിൽക്കാനാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. അതിന് കർത്താവ് നമുക്ക് പറയട്ടെ. 2ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, എന്താണ് ഞാൻ പ്രസംഗിക്കുന്നത്, എന്താണ് എൻ്റെ പ്രസംഗത്തിന്റെ ആധാരം? അത് 3ാമത്തെ, ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയോടെയോ വ്യാജത്തോടെയോ അല്ല, ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിക്കുന്നു. അപ്പം എന്ത് താൻ പ്രസംഗിച്ചെന്നും എന്താണ് തന്റെ പ്രാഗൽഭ്യമെന്നും പൗലോസ് പറയുക. അപ്പൊ താൻ എന്തു പ്രസംഗിച്ചു, എന്താണ് തന്റെ പ്രാഗൽഭ്യം? 5 പറയുന്നുണ്ട്, മുഖസ്തുതി പറഞ്ഞിട്ടില്ല, ദ്രവ്യാഗ്രഹത്തിന്റെ ഉപയോഗം പ്രയോഗിച്ചിട്ടില്ല, ദൈവം സാക്ഷി. ഇതാണ് പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. അപ്പം പൗലോസ് തന്റെ പ്രാഗൽഭ്യമാണ്. ഇനി താഴോട്ട് നോക്കിയാൽ മതി, ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, ഞാൻ അവിടെ വിടുകയാണ്. അപ്പം പൗലോസ് തനിക്ക് ദൈവത്തിലുള്ള പ്രാഗൽഭ്യത്തെ പറ്റിയാണ് ഈ 2ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അടുത്തത് 3ാം അധ്യായം തൊട്ടാണ് പൗലോസ് ഈ ചർച്ചിന്റെ ഒരു ഇഷ്യൂലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഈ ചർച്ചിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഇവരിൽ പലരും, ഇവർ ജീവിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ പലരും തങ്ങളുടെ കൂടെ ഉള്ളവർ മരിച്ചു പോകുന്നു. ഇവരുടെ നാളെ എന്തായിരിക്കും, ഇവരുടെ ഭാവി എന്തായിരിക്കും, ഈ മരിച്ചവരെ പറ്റിയുള്ള കാര്യങ്ങൾ എന്താ, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ വന്നപ്പോൾ അതിനെപ്പറ്റി അവർക്ക് ഉറപ്പ് തരേണ്ടതിന് എഴുതപ്പെട്ട ഒരു ലേഖനം കൂടെ ഇത്. അതുകൊണ്ട് അതിന്റെ ഒരു ആമുഖമായിട്ട് പൗലോസ് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. 5ാമത്തെ വാക്യമൊക്കെ 3:5 തൊട്ട്, പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചു പോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയി എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളെ അയച്ചു. പിന്നീട് താഴോട്ട് അങ്ങനെ വരുമ്പം, ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞാൻ രാവും പകലും താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോകുന്നു. അപ്പൊ അവിടെ പറയുന്ന വിശ്വാസത്തിന്റെ പ്രയത്നം, ഇവിടെ പറയുന്ന വിശ്വാസത്തിന്റെ കുറവ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ ഒരു കോൺട്രഡിക്ടറി ഇല്ല. നമ്മളൊരു യാത്രയിലാണ്, വിശ്വാസ ജീവിതത്തിൽ ഒരു യാത്രയിലാണ്. ഇന്ന് സ്ട്രോങ് ഫെയ്ത്തിൽ നിൽക്കുന്ന ഒരാള് നാളെ അങ്ങനെ ആകണമെന്നില്ല. സാഹചര്യം നമ്മളിൽ വരുത്തുന്ന അവിശ്വാസമുണ്ട്, സാഹചര്യം നമ്മളെ ഷെയ്ക്ക് ചെയ്യും. യോഹന്നാൻ എന്ന് പറയുന്ന യേശുവിനെ പറ്റി ഇത്രയും കൃത്യമായ വെളിപ്പാട് പറഞ്ഞ മറ്റൊരാളില്ല. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, സ്വർഗം തുറക്കുന്നത് കണ്ടു. പക്ഷെ ആ മനുഷ്യൻ കാരാഗ്രഹത്തിൽ വെച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണോ എന്ന് പറഞ്ഞാൽ, പ്രിയരെ, സാഹചര്യങ്ങൾ നമ്മിൽ വരുത്തുന്ന ചോദ്യമുണ്ട്. ഇവർക്കും ഈ ഒരു ചോദ്യം, ഇവരുടെ ഇടയിലുള്ളവർ പലരും രക്തസാക്ഷികളാകുന്നു, പലരും മരിച്ചു പോകുന്നു. നാളെ എങ്ങനെ? ഇത് വന്നപ്പോൾ ഇവരുടെ മനസ്സൊന്ന് കുലുക്കി. പൗലോസ് പറയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനായിട്ട് രാവും പകലും താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോകുന്നു.
ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ വിചാരം കൊണ്ടോ ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അവിടെയാണ് നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടത്, കർത്താവിനോട് നിലവിളിക്കാൻ കഴിയേണ്ടത്. ദൈവമേ, ഈ ലഭിച്ച വിശ്വാസത്തിനകത്ത് അന്ത്യം വരെ ഉറച്ചു നിൽക്കാൻ എന്നെ സഹായിക്കണേ. അതുകൊണ്ട് എബ്രായത്തിൽ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിലോ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അന്ത്യം വരെയും ലഭിച്ച വിശ്വാസത്തിന് വേണ്ടി നിൽക്കണമെന്ന ആത്യന്തികമായ ഉദ്ദേശമാണ് ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. ലഭിച്ച വിശ്വാസത്തിൽ നിന്ന്, സത്യവിശ്വാസത്തിൽ നിന്ന്, ഏകവിശ്വാസത്തിൽ നിന്ന്, ഈ ഉറപ്പുള്ള വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടേണ്ടതിന് തിരുവെടുത്ത് നമ്മോട് പറയുക. അപ്പം അതിനുവേണ്ടി നിൽക്കുക. എന്നിട്ട് 4-ാം അധ്യായം വരുമ്പോൾ അവിടെയാണ് പറയുന്നത്, നമ്മൾക്ക് എല്ലാം സാധാരണ നമ്മൾ ഈ മരണ ശുശ്രൂഷകൾക്കൊക്കെ കൂടുതലും വായിക്കാറുള്ളത്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടത്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കേണ്ടത്. അപ്പം ഇവരുടെ വിഷയം അതായിരുന്നു, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് ഇവർക്ക് അറിവില്ല. അപ്പൊ അതിനെ പൗലോസ് എന്ത് ചെയ്യാണ് അവിടെ കൃത്യമായിട്ട് അതിന്റെ തിയോളജി, കൃത്യമായിട്ട് മരിച്ചവരെ പറ്റിയുള്ള കാര്യം, അവരുടെ നാളെ എന്താണ്, ക്രിസ്തുവിൽ മരിച്ചാൽ എന്താകും അവരുടെ നാളെ, കൃത്യമായി പുനരുത്ഥാനത്തെ പറ്റി, യേശുവിന്റെ പ്രത്യാഗമനത്തെ പറ്റി, അതൊരു ശരീരത്തിന് വരുത്തുന്ന മാറ്റത്തെ പറ്റി, ജീവിച്ചിരിക്കുന്ന മനുഷ്യർ എങ്ങനെയായിരിക്കും, ഇതിനെപ്പറ്റി എല്ലാം 4-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്. ഇനി 5-ലേക്ക് വരുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ പ്രത്യാഗമനം വരും, സംഭവിക്കും. അത് ഇരുട്ടിലുള്ളവർക്കല്ല, വെളിച്ചത്തിലുള്ളവർക്കാണ്. പക്ഷേ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ ഉണർന്നും സുബോധവുമായിട്ടിരിക്കണം. എന്നിട്ട് ഉറങ്ങുന്നവരെ പറ്റി പറയുന്നു, രാത്രി മദ്യപിക്കുന്നവരെ പറ്റി പറയുന്നു, നമ്മൾ പകലിലുള്ളവരാന്ന് പറയുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പൊതുസഭയുടെ പ്രബോധനത്തിലേക്ക് വരിക. പൊതുസഭയുടെ പ്രബോധനം അതിനകത്ത് നമുക്കറിയാം, സാധാരണ നമ്മൾ കർത്തൃമേശയ്ക്കൊക്കെ ശേഷം ഈ ഭാഗം വായിക്കാറുണ്ട്. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മയ്യാരിപ്പം നോക്കുവീൻ, തമ്മിലും എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. അങ്ങനെ അതിന്റെ താഴേക്ക് നോക്കിയാലും കാണാം, ആത്മാവിനെ കിടക്കരുത്, പ്രവചനം തുച്ഛീകരുത്, സകല ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ. ഇതെല്ലാം ഈ ഭാഗം എത്ര അടുക്കും ചിട്ടയോടും കൂടെയാണ് പൗലോസ് ആ ഭാഗം പറയുന്നത്. അതിനകത്ത് ഈ പ്രബോധന വാക്യങ്ങൾക്കകത്ത് ഒരു പദമാണ് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയത്. ഞാൻ അവിടേക്ക് എത്തുവാൻ വേണ്ടിയാണ് ഇതിന്റെ ഒരു ആമുഖം നിങ്ങളുടെ മനസ്സിൽ ഒന്ന് കൊണ്ടു തന്നത്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗീവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസ്. എല്ലാറ്റിലും എന്ത് ചെയ്യണം, സ്തോത്രം. ശരിക്കും അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ഗീവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസ്. എല്ലാ സാഹചര്യങ്ങളിലും നന്ദി കരയറ്റുന്നവരായിരിക്കണം. സ്തോത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് ട്രാൻസ്ലേഷനിൽ കൊടുക്കുന്ന ഒരു ഗൗരവമായ അർത്ഥം അതാണ്, ബി താങ്ക്ഫുൾ. എല്ലാറ്റിനും നന്ദി കരയറ്റുന്നവരായി തീരുക. എൻ്റെ പ്രിയരെ, ഈ നന്ദി കരയറ്റുക, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഈസ് മോർ ദാൻ സെയിങ് എ താങ്ക് യു. ഒരു നന്ദി, താങ്ക് യു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായത്. ജസ്റ്റ് നമ്മുടെ വായിൽ നിന്ന് നമ്മൾ ഒരു കാര്യം ലഭിക്കുമ്പോൾ നമ്മളൊരു താങ്ക് യു പറഞ്ഞു, നോ, അതിനേക്കാളും വലുതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്, എ ലൈഫ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുമായി അല്പസമയം പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വിഷയം, ലിവിങ് എ ലൈഫ് വിത്ത് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒരു ജീവിതം നന്ദിപൂർവമായിട്ട് നമുക്ക് നയിക്കാൻ കഴിയട്ടെ. ലിവിങ് ലൈഫ് വിത്ത് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവത്തോടുള്ള നന്ദിയിൽ നമ്മൾ ഒരു ജീവിതം കഴിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതെന്തല്ല, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സേയിങ് എ താങ്ക് യു, ബട്ട് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ഇതൊരു ജീവിതത്തിന്റെ ഭാഗമാണ്. എ മൈൻഡ് സെറ്റ് ദാറ്റ് റിഫ്ലെക്ട്സ് അവർ ട്രസ്റ്റ് ഇൻ ഗോഡ്. ഒരു മനോഭാവം, നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയം ഉറപ്പിക്കുന്ന ഒരു മനോഭാവമാണ് ശരിക്കും നന്ദി കരയറ്റുക എന്ന് പറഞ്ഞാൽ. അപ്പൊ നന്ദി കരയറ്റുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു 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 വാക്കുകൊണ്ട് തീരുന്നല്ല, അതൊരു ആറ്റിറ്റ്യൂഡാ. അത് ദൈവത്തിലുള്ള എൻ്റെ ആശ്രയത്വത്തെ ഉറപ്പിക്കുന്നതാണ് നന്ദി കരയറ്റുക എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ വെച്ച് നന്ദി കരയറ്റ് ജീവിക്കണം എന്നുള്ളത്. ഞാൻ ആദ്യമായി ഇത് പറയാൻ താല്പര്യപ്പെടുന്നത്, ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് റൂട്ടഡ് ഇൻ റെക്കഗ്നൈസിങ് ഗോഡ്സ് ഗുഡ്നെസ്. ദൈവത്തിന്റെ ഗുഡ്നെസ്സിനെ, ദൈവത്തിന്റെ സ്വഭാവത്തെ നാം തിരിച്ചറിയുന്നതാണ് ശരിക്കും നന്ദി കരയറ്റാൻ കഴിയുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നൊരു പദമാണ്, ദൈവം നല്ലവനാണ്, ദൈവം നല്ലവനാണ്. ഞാനത് ചിന്തിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേലും ദൈവം നല്ലവനാ, ഞാൻ പറഞ്ഞില്ലേലും ദൈവം നല്ലവനാണ്. കാരണം അത് ദൈവത്തിന്റെ ആട്രിബ്യൂട്ടിനകത്തുള്ള കാര്യമാണ്.
ദൈവത്തിന്റെ ആട്രിബ്യൂട്ടിനകത്തുള്ള കാര്യമാണ്. ദൈവം നല്ലവനാ. അത് ഈ 21-ാം നൂറ്റാണ്ടിലും ദൈവം നല്ലവനാണ്. 20-ാം നൂറ്റാണ്ടിലും ദൈവം നല്ലവനായിരുന്നു. ഈ ഭൂമിയുള്ള കാലത്തോളം ദൈവം നല്ലവനായിരുന്നു. അതിനു മുൻപും ദൈവം നല്ലവനാ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആട്രിബ്യൂട്ടാണ് ഗുഡ്നസ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആട്രിബ്യൂട്ടാണ്. ദൈവം നല്ലവനാ. ദൈവം ചെയ്യുന്നതൊക്കെ നല്ലതാ, നന്മയ്ക്കാണ്. ദൈവം നന്മയ്ക്കാ. എന്നാൽ അതിനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ദൈവം നല്ലവനെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ദൈവം നല്ലവൻ എന്നുള്ളത് മാറാത്തൊരു സത്യ. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ഒരിക്കലും അത് മാറത്തില്ല. കാരണം ദൈവത്തിന്റെ ആട്രിബ്യൂട്ടിനകത്തുള്ള കാര്യമാണ്. ഹീസ് ആൻ അൺചേഞ്ചിങ് ഗോഡ്. മാറ്റമില്ലാത്ത ദൈവമാണ്. സാഹചര്യങ്ങൾ കൊണ്ട് മാറാത്ത ദൈവം, ചുറ്റുപാടുകൾ കൊണ്ട് മാറാത്ത ദൈവം, മാറാത്ത ദൈവം. അങ്ങനെയെങ്കിൽ ദൈവത്തിന് ഒരു മാറ്റവും ഇല്ല. ദൈവത്തിന്റെ ഗുഡ്നസ് മാറുന്നില്ല, ദൈവത്തിന്റെ ഹോളിനെസ് മാറുന്നില്ല, ദൈവത്തിന്റെ പ്രവർത്തികളൊന്നും മാറ്റം വരുന്നില്ല. വാക്ക് മാറ്റാത്ത ദൈവം, അവിശ്വസ്തത കാണിക്കാത്ത ദൈവം. ദൈവത്തിന് അവിശ്വസ്തനാകാൻ കഴിയത്തില്ല. ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയത്തില്ല. തിരുവനന്തപുരത്ത് അങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിശുദ്ധിയിൽ ഭയങ്കരനാണ്. ദൈവത്തിന് അശുദ്ധിയുമായിട്ട് ഒരു ബന്ധമില്ല. ഇതൊന്നും ദൈവത്തിന് മാറ്റാൻ കഴിയാത്ത കാര്യമാണ്. അപ്പൊ ദൈവത്തിന്റെ ഗുഡ്നസ് എന്ന് പറഞ്ഞാൽ തന്റെ ആട്രിബ്യൂട്ടിനകത്തുള്ള കാര്യമാണ്. പക്ഷേ ആ ആട്രിബ്യൂട്ടിനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അവിടെയാണ് എനിക്ക് നന്ദി കരയറ്റാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം നല്ലവനാണെന്ന് എൻ്റെ അന്തരാത്മാവിൽ ഞാൻ തിരിച്ചറിയുമ്പം, ദൈവത്തിന്റെ ആ സ്വഭാവത്തെ ഞാൻ തിരിച്ചറിയുമ്പം, എനിക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞ് എനിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും. അവിടെയാണ് എനിക്ക് എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യാൻ പറ്റുന്നത്. അവിടെയാണ് എനിക്ക് ആരോഗ്യമുള്ളപ്പോഴും രോഗമുള്ളപ്പോഴും സ്തോത്രം ചെയ്യാൻ പറ്റുന്നത്. അവിടെയാണ് എനിക്ക് ജീവിതത്തിന്റെ കഷ്ടമുള്ളപ്പോഴും ആരോഗ്യമുള്ളപ്പോഴും അനുഗ്രഹമുള്ളപ്പോഴും സ്തോത്രം ചെയ്യാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞ ജീവിതം എനിക്ക് വരുത്തുന്ന എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ ദൈവം നല്ലവനാണ്. എൻ്റെ ദൈവം നല്ലവനാണ്. ഇന്ന് എനിക്ക് വരുന്ന ഈ ഒരു സാഹചര്യം, നമുക്കറിയാം, ഈ ഓരോ പ്രതിസന്ധികൾ നോക്കിയാൽ മാനുഷികമായ പ്രതിസന്ധിയുണ്ട്, കാലാവസ്ഥകൾ കൊണ്ട് വരുന്നതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിനകത്ത് ദൈവം അനുവദിച്ചിട്ട് നമ്മൾ പോകുന്ന ഒത്തിരി പ്രതിസന്ധികളുണ്ട്. പൈശാചിക മേഖലകൾ നമുക്ക് മുമ്പിൽ വരുത്തുന്ന പ്രതിസന്ധിയുണ്ട്. ഞാൻ പറയും, എല്ലാം നമ്മുടെ കഥ അറിയുന്നുണ്ട്. ഇപ്പം നമ്മുടെ സീസൺ ചേഞ്ചിന്റെ സമയത്ത് നമുക്കൊരു പനി വരും, നമ്മളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കും. അത് നമുക്ക് മാത്രമല്ല, അത് സമൂഹത്തിനകത്ത് പൊതുവായി വരുന്ന കാര്യമാണ്. സമൂഹത്തിനകത്ത് പൊതുവായി വരുന്നൊരു കാര്യമാണ്. നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന ഒരു ചലഞ്ചല്ല. സമൂഹത്തിൽ അത് പലരും ആ സമയത്ത് അതേ പ്രതിസന്ധിയിലൂടെ കടന്നു പോകും. സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ വരുന്ന സ്വാഭാവികമായ കുറെ കാര്യങ്ങളുണ്ട്. അടുത്തത്, ഇയ്യോബിനെ ദൈവം അനുവദിച്ചതുപോലെ അസ്വാഭാവികമായ അങ്ങനെയുള്ള ചില തകർച്ചകളിലൂടെ പോകേണ്ടി വരും. അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, പൈശാചിക മേഖലയിലൂടെ വരുന്ന നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ പല വിധത്തിലാണ് സ്ട്രഗിൾ വരുന്നത്. പക്ഷെ ഇത് ഏതാണേലും ദൈവത്തിന്റെ ഗുഡ്നസ്സിനെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോൾ, എൻ്റെ ദൈവത്തിന്റെ ആട്രിബ്യൂട്ടിനെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോൾ, ദൈവത്തിന്റെ സ്വഭാവത്തെ പറ്റിയുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിൽ, അതിന്റെ നടുവിൽ എനിക്ക് ആദരം തുറന്ന് എനിക്ക് പറയാൻ കഴിയും, എൻ്റെ ദൈവം നല്ലവനാണ്, എൻ്റെ ദൈവം നല്ലവനാണ്. അതുകൊണ്ട് നഹൂം പറഞ്ഞൊരു പദം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇഷ്ടപ്പെടുത്തിയൊരു കാര്യമുണ്ട്. താൻ ചുറ്റും കാണുന്നത് വയലൻസ് ആണ്. താൻ ചുറ്റും കാണുന്നത് ജനം കവറ്റ് ചെയ്യുകയാണ്, മറ്റുള്ളതിനെ പിടിച്ചു പറിക്കുകയാണ്. ഇതെല്ലാം താൻ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുരോഹിതന്മാരുടെ അക്രമങ്ങൾ, ജനത്തിന്റെ ജാതീയ സമൂഹത്തിന്റെ അക്രമങ്ങൾ. പക്ഷെ അതിന്റെ നടുവിൽ ഈ മനുഷ്യൻ പറയുന്നൊരു കാര്യം, യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. നന്ദി കരയിട്ടുന്ന അനുഭവമല്ലേ അത്? യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണമാണ്. അപ്പം കഷ്ട ദിവസങ്ങളുടെ നടുവിൽ, സാഹചര്യങ്ങളുടെ നടുവിൽ നഹൂം റെക്കഗ്നൈസ് ചെയ്യുന്നത് ദ ഗുഡ്നസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഗുഡ്നസിനെ അവൻ തിരിച്ചറിഞ്ഞു. എന്നിട്ട് പറയുന്നു, യഹോവ നല്ലവന് കഷ്ടദിവസം തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അപ്പം ദൈവത്തിന്റെ ഗുഡ്നസിനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ, ദൈവം നല്ലവനാന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ, എനിക്ക് ആ കർത്താവിങ്കൽ ആശ്രയിക്കാൻ പറ്റും. എന്ന് പറയാം, എൻ്റെ സ്വയാശ്രയത്വം അവിടെ ഇല്ല. എനിക്ക് പിന്നെ എൻ്റേതെന്ന് പറഞ്ഞ് പ്രശംസിക്കാൻ ഒന്നുമില്ല. മറിച്ച് എല്ലാം എൻ്റെ കർത്താവിങ്കിൽ നിന്നും കർത്താവ് മുഖാന്തരവുമായിട്ട് എനിക്ക് വന്നത്. എനിക്ക് യാക്കോബ് പറയുന്ന ഒരു പദം ഭയങ്കര ഇഷ്ടമാണ്. യാക്കോബ് 1:17 കാണുന്ന ഒരു കാര്യമുണ്ട്, എവരി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് ഫ്രം എബവ്. എല്ലാം നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും വെളിച്ചം കണ്ട പിതാവിൽ നിന്ന് വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. എന്ത് മനോഹരമായ പദമാണ്! എല്ലാം നല്ല ദാനം, തികഞ്ഞ വരമൊക്കെയും
വെളിച്ചം കണ്ട പിതാവിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് മുഖാന്തരല്ലാതെ എന്നിൽ ഒന്നും വന്നിട്ടില്ല. അത് ദാനമാണേലും വരമാണേലും ഇതെല്ലാം കർത്താവ് എനിക്ക് തന്ന. ദാനമെന്ന് പറഞ്ഞാൽ ദാതാവിന്റെ ഇഷ്ടമാണ്. വരമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്നവരുടെ ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു, അത് എന്റെ ഇഷ്ടത്തിനകത്തുള്ള ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത്. പക്ഷെ മറ്റൊരാൾ എന്നോട് ചോദിക്കുകയാണ്, നീ ചോദിക്ക് ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടത്തിൽ ഞാൻ പറയും ഇന്നത് എനിക്ക് വേണം. പക്ഷെ ഇതിന് രണ്ടിനും പരിമിതിയുണ്ട്. എനിക്കുള്ളതിൽ നിന്ന് മാത്രമേ ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കത്തുള്ളൂ. എനിക്കുള്ളതെല്ലാം കൊടുക്കണമെന്നില്ല. എനിക്കുള്ളതിൽ നിന്നേ ഞാൻ കൊടുക്കത്തുള്ളൂ. പക്ഷെ എൻ്റെ ദൈവം എനിക്ക് തന്നാൽ, ഇപ്പൊ എനിക്കുള്ളതിൽ നിന്ന് ഞാൻ ഒരാളെ ഒരു ഹെൽപ്പ് ചെയ്തു, ഒരിക്കലും ആ വ്യക്തിയുടെ മുട്ടുമാറണമെന്നില്ല, അദ്ദേഹത്തിന്റെ മുട്ടുമാറണമെന്നില്ല. എന്നാൽ എനിക്കുള്ളതിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ദൈവം നമുക്ക് വേണ്ടി ചെയ്താൽ അവിടുന്ന് അല്പം ചെയ്യുന്ന ദൈവമല്ല, തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ചെയ്യാൻ കഴിയുന്ന. പൗലോസ് പറയുന്നൊരു പദമുണ്ട്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപൂർണതകളില്ല, അവ്യക്തതകളില്ല. ലൈഫിന്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ അപൂർണതയും അവ്യക്തതയും ആയിട്ടൊക്കെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് ഇന്ന് പറയാൻ പറ്റുന്നൊരു ദൂത്, ധൈര്യത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന്റെ ഗുഡ്നെസ്സിനെ വിശ്വസിക്കുക, ദൈവത്തിന്റെ സ്നേഹത്തെ ആഴത്തിൽ തിരിച്ചറിയുക. ധൈര്യത്തോടെ ആമേൻ പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, ഇതിന്റെ നടുവിലും എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നതയാ. ഇതിന്റെ നടുവിൽ ഞാൻ ദൈവത്തിന്റെ ഗുഡ്നെസ്സിന് ആമേൻ പറയുന്നു, ദൈവത്തിന്റെ മാറ്റമില്ലായ്മയ്ക്ക് ഞാൻ ആമേൻ പറയുന്നു, ദൈവത്തിന്റെ നല്ല ദാനങ്ങൾക്ക് ഞാൻ ആമേൻ പറയുന്നു, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഞാൻ ആമേൻ പറയുന്നു, ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് ഞാൻ ആമേൻ പറയുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭീതിപ്പെടാൻ ഒന്നുമില്ല, എനിക്ക് ആകുലപ്പെടാൻ ഒന്നുമില്ല. കാരണം എൻ്റെ ദൈവം നല്ലവനാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്. ദൈവം നല്ലവൻ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ധൈര്യത്തോടെ പറയണം, എൻ്റെ ദൈവം എക്കാലത്തും നല്ലവനാണ്. പാട്ടുകാരൻ പറഞ്ഞ പോലെ, എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുന്നവൻ, കഷ്ടതയിൽ നൽതുണതാൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ. ഓ, എത്ര മനോഹരമാണ്! നമ്മുടെ കർത്താവ് എക്കാലത്തും നല്ലവനാണ്, എക്കാലത്തും നല്ലവനാണ്. എന്റെ പ്രിയരെ, നമ്മൾ ഒറ്റ കാര്യം കൂടി ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൂടാതെ നമുക്കൊന്നും വന്നിട്ടില്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഒരു പദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ദാവീദ് അത് പറഞ്ഞേ. ദാവീദിന് കൊട്ടാരമുണ്ട്, ദാവീദിന് സമ്പത്തുണ്ട്, ദാവീദിന് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വേള താൻ ഒരു പടിയും കൂടെ ആ ദൈവത്തിനെ തിരിച്ചറിഞ്ഞപ്പം പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ യഹോവയോട് പറഞ്ഞത്, അങ്ങ് എൻ്റെ കർത്താവാകുന്നു, അങ്ങൊഴികെ എനിക്ക് ഒരു നന്മയില്ല എന്ന് പറഞ്ഞ. താൻ ഇരിക്കുന്ന കൊട്ടാരമല്ല തനിക്ക് വിഷയം, താൻ അനുഭവിക്കുന്ന നന്മയൊന്നുമല്ല തനിക്ക് വിഷയം. തൻ്റെ വിഷയം തൻ്റെ ദൈവ. തൻ്റെ ഇല്ലായ്മയല്ല തനിക്ക് വിഷയം, തനിക്കുള്ള അവസ്ഥയും അല്ല തനിക്ക് വിഷയം. കൊട്ടാരവും തനിക്കുണ്ടായിരുന്നു, ദാരിദ്ര്യവും തനിക്കുണ്ടായിരുന്നു, വേട്ടപ്പെട്ട് ഓടിപ്പോകേണ്ട സമയം തനിക്കുണ്ടായിരുന്നു, പുറകിൽ വേട്ടപ്പെട്ടി വരുമ്പോൾ ഓടിപ്പോകുന്നത് പോലെ ഓടിപ്പോയ സമയം തനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിന് നടുവിൽ എന്താണ് പറയുന്നു? എൻ്റെ ദൈവം എല്ലാറ്റിലും നല്ലതാണ്. Our God is good. Our God is good. എത്ര പേർക്ക് ധൈര്യത്തോടെ ഇന്ന് ദൈവത്തിന് നന്ദി പറയാൻ പറ്റും? എൻ്റെ ദൈവം നല്ലവനാ, എൻ്റെ ദൈവം നല്ലവനാ, എൻ്റെ ദൈവം. ഞാൻ പറഞ്ഞാൽ ഇതിന് തന്നെ, ഈ പറയുന്നതിന് ഒരു പവറാണ് കേട്ടോ. നമ്മുടെ മനസ്സിനകത്ത് ദുരന്തമെന്ന്, നമ്മുടെ മനസ്സിനകത്ത് തകർച്ചയെന്ന്, നെഗറ്റീവ് സ്പിരിറ്റുകൾ ഇടുന്ന പൈശാചിക മേഖലയുടെ മുമ്പിൽ നിന്ന് എൻ്റെ ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ 10 പ്രാവശ്യം മൈ ഗാഡ് ഈസ് ഗുഡ്, മൈ ഗാഡ് ഈസ് ഗുഡ് 10 വട്ടം ഞാൻ പറയുമ്പോൾ തന്നെ അതിനകത്ത് ആ നെഗറ്റീവ് സ്പിരിറ്റ് തകരപ്പെടുക. അതിനകത്ത് എൻ്റെ മനസ്സിനകത്ത് വരുന്ന നിരാശയുടെ സ്പിരിറ്റ് തകരപ്പെടുക. എൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ മുമ്പിൽ വരുത്തുന്ന നിരാശക്കകത്തുനിന്ന് ഞാൻ ജയം പറയുക. എൻ്റെ ദൈവം നല്ലവനാ, എൻ്റെ ദൈവം നല്ലവനാ. നിങ്ങൾ ഒരു പക്ഷെ ഇന്ന് അവിടെ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്ത് അങ്ങനെയുള്ള നെഗറ്റീവ് സ്പിരിറ്റുകൾ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ധൈര്യത്തോടെ ആചരണം തുറന്ന് ഈ ആരാധനക്കകത്ത് പറയണം, എൻ്റെ ദൈവം നല്ലവനാണ്, എൻ്റെ ദൈവം നല്ലവനാണ്, അവിടുന്ന് ചെയ്യുന്നതൊക്കെയും നല്ലതാണ്. ഒരു സാഹചര്യത്തിനോ ഒരവസ്ഥകൾക്കോ ദൈവത്തിന്റെ ആ സ്വഭാവത്തെ, ആട്രിബ്യൂട്ട്സിനെ മാറ്റാൻ കഴിയത്തില്ല. സോ ഞാൻ അതിനെ റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ ആ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. എൻ്റെ ദൈവം നല്ലവനാണ്. ജീസസ്. ഞാൻ ഒരു മനുഷ്യൻ എഴുതിയ ഒരു കാര്യം ഞാൻ ഇങ്ങനെ എന്നെ വായിച്ചു, ഭയങ്കരമായിട്ട് എന്നെ അത് ഇഷ്ടപ്പെടുത്തി. അതിനകത്ത് എഴുതി വെച്ചത് ഇപ്രകാരമാണ്: ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് റിസീവിങ് ബ്ലെസ്സിങ്സ്. അല്ലെങ്കിൽ ഈ ഒരു നന്ദിയുള്ള മനോഭാവം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം പ്രാപിക്കുന്നൊന്നുമല്ല, ബട്ട് റെക്കഗ്നൈസിങ് ദ ഗിവർ. ഇത് തന്നത് ആരെന്ന് തിരിച്ചറിയുന്നതാ ശരിക്കുള്ള അനുഗ്രഹം. ഇത് തന്നത് ആരെന്ന് തിരിച്ചറിഞ്ഞ് ആ വ്യക്തിയുടെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിച്ച് ആരാധന അർപ്പിക്കുന്നതാണ് ശരിക്കുള്ള ബ്ലെസ്സിങ് എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്, കർത്താവ് ഇത് ആഗ്രഹിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ട്. 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ വന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, പുരോഹിതൻ നിങ്ങളെ തന്നെ കാണിക്കുക. പോകുന്ന വഴിക്ക് 10 പേര് ശുദ്ധരായി തീർന്നു. 9 പേര് ആ വഴിക്ക് പോയി. അവര് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ആസ്പെക്റ്റിനെ പറ്റി അവർ ചിന്തിച്ചതേ ഇല്ല. തിരിഞ്ഞു വരാൻ അവർ ആഗ്രഹിച്ചില്ല. പക്ഷെ ഒരുത്തൻ തിരിഞ്ഞു വന്നു. കർത്താവ് ചോദിച്ചൊരു കാര്യമുണ്ട്, 10 പേരല്ലേ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചേ, ബാക്കി 9 പേരെന്തേ എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്ന് നന്ദിയുള്ളൊരു മനോഭാവം നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മിൽ നിന്ന് നന്ദിയുള്ളൊരു മനോഭാവം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എല്ലാറ്റിലും, അപ്പൊ ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ ഗുഡ്നെസ്സിനെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ കഴിയും. റിക്കഗ്നൈസ് ദ ഗുഡ്നെസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഗുഡ്നെസ്സിനെ നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ ദൈവത്തിന്റെ ഗുഡ്നെസ്സിനെ ഞാൻ അതിനെ മറ്റൊരു രീതി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുതരാം. നമ്മൾ ഗോഡ് കോൺഷ്യസ് ആയി മാറുക. ഗോഡ് കോൺഷ്യസ് ആയി മാറുക. എന്നാൽ എല്ലായ്പ്പോഴും എനിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ കാര്യം പറയാം, നമ്മൾ ഗ്രേസ് കോൺഷ്യസ് ആയി മാറുക. ദൈവത്തിന്റെ കൃപയെ ആശ്രയിക്കുന്നവരായി മാറിയാൽ ഈ നമ്മുടെ പെർസ്പെക്റ്റീവ് തന്നെ മാറും. ഗ്രാറ്റിറ്റ്യൂഡ് ചേഞ്ചസ് അവർ പെർസ്പെക്റ്റീവ്. നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറും. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറട്ടെ. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ. ദൈവം മാറ്റിയിട്ടില്ലേ? നമ്മൾ ചില സമയത്തൊക്കെ നമ്മളുടെ സാഹചര്യങ്ങൾ ടഫ് ആകുമ്പോഴും ദൈവത്തിന്റെ ഗ്രേസ് നമ്മളെ പൊതിഞ്ഞു വരുമ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾ അവിടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞ നമ്മളല്ല അവിടെ ഓവർകം ചെയ്തത്, നമ്മിൽ വ്യാപരിച്ച ദൈവത്തിന്റെ ഗ്രേസ് ആണ് അതിന് നടുവിൽ നമ്മളെ പൊതിഞ്ഞ് ഓവർകം ചെയ്തത്. എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ ടഫായിരുന്നു, പക്ഷെ ഗ്രേസ് മോർ ദാൻ സഫീഷ്യന്റ് ആയിരുന്നു. അതുകൊണ്ടല്ലേ പൗലോസിനൊക്കെ പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി, മോർ ദാൻ സഫീഷ്യന്റ് ആയിരുന്നു. എന്റെ പ്രിയരെ, സാഹചര്യം ടഫാണ്, പക്ഷെ ഹിസ് ഗ്രേസ് ഈസ് മോർ ദാൻ സഫീഷ്യന്റ് ഫോർ അസ്. അവിടുത്തെ കൃപ നമുക്ക് മതിയായതാണ്, അത്ഭുതകരമാണ്, പൊതിഞ്ഞു വരുന്നതാണ്, തികഞ്ഞു വരുന്നതാണ്. അങ്ങനെയെങ്കിൽ ശരിക്കും നമ്മുടെ വറിയെ, നമ്മുടെ മനസ്സിനകത്തുള്ള വറീസിനെ നമ്മുടെ ഒരു ട്രസ്റ്റിങ്ങിന്റെ അവസ്ഥയിലേക്കൊന്ന് മാറ്റിക്കേ. നമ്മൾ ഒറ്റയ്ക്ക് ഈ നമ്മൾ വറി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ മാത്രമാണ് അതിനകത്ത് വഹിക്കുന്നത്. പക്ഷെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ താങ്ങുന്നൊരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും. വറി ചെയ്യുമ്പം അതിനകത്ത് ചിലപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ആരോടും പറയാൻ പറ്റാത്ത എൻ്റെ സ്വകാര്യ വേദനയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാ വറി ചെയ്യുന്നേ, ഒറ്റയ്ക്ക് ഈ ഭാരം മുഴുവൻ ഞാൻ എടുക്കുന്നേ. പക്ഷെ എൻ്റെ കൂട്ടത്തിൽ നല്ല സഖിയായ, നല്ല തുണയായ, നല്ല സ്നേഹിതനായ, നല്ല അപ്പനായ ഒരു കർത്താവിന്റെ കരങ്ങളിലേക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ കൊടുക്കുമ്പം ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് ഇതൊക്കെ വഹിക്കുന്നേ? എനിക്കൊരു കർത്താവുണ്ട്, എല്ലാം പറയാൻ പറ്റും. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ഓ, എത്ര നല്ല സ്നേഹിതൻ എനിക്ക് കർത്താവിലുണ്ട്, എന്തു നല്ലോ സഖി യേശു, പാപ ദുഃഖം വഹിക്കും. ഓ, എല്ലാം യേശുവോട് ചെന്നു ചൊന്നാൽ, ഓ, നമ്മുടെ എല്ലാ ഭാരങ്ങളും അറിയുന്ന നല്ലൊരു കർത്താവ് നമുക്കില്ലേ? ഹൃദയം തുറന്ന് നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവില്ലേ? ഏത് ഭാരങ്ങളും വഹിക്കുന്ന നല്ലൊരു അപ്പനില്ലേ? പാട്ടുകാരൻ പാടുന്നത്, ഭാരമുള്ളിൽ നേരിടും അന്നേരമെല്ലാം നമ്മെ താങ്ങി സാരമില്ലെന്ന് ഓതി നമ്മെ മാറോട് ചേർക്കുന്ന ഒരു അപ്പനില്ലേ? എത്ര ധൈര്യത്തോടെ ഈ വെള്ളിയാഴ്ച കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റും? ഈ ഒരു അപ്പനിൽ ആശ്രയിച്ച് കഴിയുമ്പോഴാണ് എൻ്റെ വറീസ് മാറുന്നത്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിന്റെ സങ്കട തിരമാലകൾ മാറുന്നത്. ധൈര്യത്തോടെ എനിക്ക് നിൽക്കാൻ കഴിയും. അവിടെ തീർന്നില്ല, നമ്മുടെ മനസ്സിനകത്ത് വരുന്ന നെഗറ്റിവിറ്റികളെ നമ്മൾ പ്രത്യാശ കൊണ്ട് നേരിടണം. നെഗറ്റിവിറ്റി വിത്ത് ഹോപ്പ്. നമ്മുടെ മനസ്സിനകത്ത് നമ്മളെ വല്ലാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ പ്രത്യാശയുടെ വാക്കുകൾ പറയണം, ആധരം തുറന്ന് പറയണം. ജീവിതത്തിന്റെ സാഹചര്യത്തിനകത്തും നടത്തും. എൻ്റെ ദൈവം ഇതിനെ നന്മയാക്കി മാറ്റും, എൻ്റെ ദൈവം ഇതിനകത്തും പ്രവർത്തിക്കും, ഈ സാഹചര്യത്തെ ദൈവം അനുകൂലമാക്കും. പ്രത്യാശയുടെ വാക്കുകൾ, ധൈര്യത്തിന്റെ വാക്കുകൾ, ഉറപ്പിന്റെ വാക്കുകൾ, കരുത്തിന്റെ വാക്കുകൾ വായി തുറന്ന് പറയുമ്പോൾ തന്നെ അതൊരു ബ്ലെസ്സിങ് ആണ്, അതൊരു അനുഗ്രഹമാണ്. എൻ്റെ പ്രിയരെ, പൗലോസ് ഈ സമൂഹത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, എൻകറേജ് ചെയ്യണം അവരെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുക. എല്ലാറ്റിലും എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യുവീൻ, എല്ലാറ്റിലും നന്ദി പറയുവീൻ. എന്ന് പറഞ്ഞാൽ ഞാൻ നന്ദി കരയേറ്റുന്നത് എൻ്റെ സാഹചര്യങ്ങൾക്കൊത്തല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് മൈ സർക്കംസ്റ്റാൻസ്. പക്ഷെ ഇതൊരു ചോയ്സാണ്. അതിന്റെ നടുവിൽ എനിക്ക് എങ്ങനെ പ്രതികരിക്കാം? എല്ലാവരെയും പോലെ എനിക്ക് പ്രതികരിക്കാം, പക്ഷെ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ പ്രതികരിക്കാം. ഓക്കെ, ഞാൻ അടുത്തതായിട്ട് മൂന്നാമത്തെ കാര്യം. അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ ദൈവത്തിന്റെ ഗുഡ്നെസ്സിനെ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയുമ്പം, ഗോഡ് കോൺഷ്യസ് ആയി മാറുമ്പം അവിടെ ജീവിതം ചലനാത്മകമാണ്. അടുത്തത്, നമ്മൾ ഗ്രേസ് കോൺഷ്യസ് ആയി മാറട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് തന്നെ മാറുകയാവും. മൂന്നാമത്തെ കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് ഡീപ്പൻസ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് അതേഴ്സ്. നമുക്ക് നന്ദിയുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയരെ, ദൈവമായിട്ടുള്ള ബന്ധത്തിലും
മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലും നമ്മൾ ചലിക്കുന്നവരായി മാറും. ശരിക്കും സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു മനോഹരമായ പദം 100-ാം സങ്കീർത്തനത്തിനകത്തുണ്ട്. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. എൻ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ്. ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നത്, ശരിക്കും ഈ ദിവസം നമ്മൾ ദൈവസന്നിധിയിൽ വന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് മഹത്വവും നന്ദിയും അർപ്പിക്കാനാണ്. ഞാൻ ഇരിക്കും ആരാധന എനിക്ക് എപ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യം, ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ ക്യാരക്ടറിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ, ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് നമ്മൾ ആദരിക്കുന്നതാണ് ശരിക്കും ആരാധന തുടങ്ങുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം പറയുന്ന ഒരു പദമുണ്ട്, ദൈവത്തെ ദൈവമെന്നോർത്ത് ആദരിക്കാതെ എന്നിട്ട് പറഞ്ഞ് അവർ നാൽക്കാലി, പക്ഷി, മൃഗാദി, ഇഴജന്തു ഇതിന്റെയൊക്കെ പിറകെ പോയി അതിനെ ആരാധിച്ചു. അപ്പൊ എന്താ ശരിക്കും ആരാധന? ദൈവത്തെ ദൈവമെന്നോർത്ത് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ശരിക്കും ആരാധന എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവസന്ധിയിൽ ഇന്ന് ഈ സന്ധ്യയെങ്കിൽ വന്നിരിക്കുമ്പം അല്ല, നിങ്ങളായിരിക്കുന്ന ഏത് ടൈം സോണിലാകട്ടെ, ഒറ്റ കാര്യം, ദൈവത്തെ ദൈവമെന്നോർത്ത് ആരാധിക്കണം. ദൈവത്തെ ദൈവമെന്നോർത്ത് ആരാധിക്കണം. അവിടുത്തെ സ്നേഹത്തെ തിരിച്ചറിയണം, അവിടുത്തെ ഗുഡ്നെസ്സിനെ തിരിച്ചറിയണം, അവിടുത്തെ ഗ്രേസിനെ തിരിച്ചറിയണം, അവിടുത്തെ മേഴ്സിയെ തിരിച്ചറിയണം. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ മനസ്സലിവ്, ദൈവത്തിന്റെ ദയ, അളവില്ലാത്ത ദൈവത്തിന്റെ വിശ്വസ്തത, ഇതെല്ലാം തിരിച്ചറിഞ്ഞ് എൻ്റെ ദൈവത്തിന് സ്തോത്രം പറയാൻ തുടങ്ങുമ്പോൾ എൻ്റെ പ്രിയരെ, നമ്മളുടെ എൻ്റെ അവസ്ഥകൾക്കകത്തൊരു മാറ്റം വരും. എൻ്റെ ദൈവം നല്ലവനാണ്. ചീസ്, അതൊരു വർഷിപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊന്ന് നന്ദി പറഞ്ഞു തുടങ്ങിക്കേ, നന്ദി പറഞ്ഞു തുടങ്ങിക്കേ. ശരിക്കും അതാണ് ഒരു വർഷിപ്പിന്റെ ആരംഭം. കാരണം അന്തരാത്മാവിൽ ഞാൻ എൻ്റെ ദൈവത്തെ റെക്കഗ്നൈസ് ചെയ്തു, ദൈവത്തെ ഞാൻ റിയലൈസ് ചെയ്തു, ദൈവത്തിന്റെ ഗുഡ്നെസ്സിനെ ഞാൻ റിയലൈസ് ചെയ്തു, ദൈവത്തിന്റെ കരുണ ഞാൻ തിരിച്ചറിഞ്ഞു, കൃപ ഞാൻ തിരിച്ചറിഞ്ഞു. എന്നിട്ട് ഞാൻ സ്തോത്രം പറഞ്ഞു തുടങ്ങുക, എന്നിട്ട് നന്ദി പറഞ്ഞു തുടങ്ങുക. ശരിക്കും അതാണ് റിയൽ വർഷിപ്പ് എന്ന് പറയുന്നത്. ഒരാഴ്ചകളിൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ആഴമായി നന്ദി പറയുന്ന, എണ്ണിപ്പറഞ്ഞ് സ്തോത്രം പറയാൻ. ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന് അങ്ങനെ സ്തോത്രം പറയുന്ന നിമിഷങ്ങളായി മാറുവാനിടയാകട്ടെ. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവമായിട്ട് കുറേ കൂടെ ക്ലോസ് ആകും കേട്ടോ. നമുക്ക് ദൈവത്തോട് അടുത്ത് നിൽക്കാൻ കഴിയും, അടുത്ത് നിൽക്കാൻ കഴിയും. കാരണം ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് ആ നന്ദിയുടെ മനോഭാവം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ ഈ എല്ലാറ്റിലും നന്ദി അർപ്പിക്കുന്ന ഒരു മനോഭാവം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ദൈവമായിട്ടും മനുഷ്യനുമായിട്ടും ഉള്ള നമ്മുടെ ബന്ധത്തിൽ മാറ്റം വരും, പരാതി കുറയും. ശരിക്കും നന്ദിയുടെ ഒരു മനോഭാവം ഇല്ലാത്തത് കൊണ്ടാണ് പരാതി കൂടുന്നത്. നമ്മൾ ചില മനുഷ്യരെ നോക്കണം, നമ്മളൊരു 10 മിനിറ്റ് അവരോട് ഇരുന്നാൽ 25 പരാതി നമുക്ക് കിട്ടും. ഒരു 3 മിനിറ്റ് അവരെ ഫോൺ വിളിച്ചാൽ ഒരു 8 പരാതി കിട്ടും. ഈ ഒരു വർഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കീബോർഡിന്റെ ഋതത്തെ പറ്റി, ഗിറ്റാറിനെ പറ്റിയും ബേസ് ഗിറ്റാറിനെ പറ്റിയും അല്ല എന്തൊക്കെ പറയാൻ പറ്റുമോ, ഒരു 10 നെഗറ്റീവ് അതിനകത്ത് കിട്ടും. എല്ലാത്തിലും പരാതിയാ. ചില മനുഷ്യരുണ്ട്, ഞാൻ എൻ്റെ ലൈഫിനകത്ത് പരമാവധി അധികം സമയം സ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. നെഗറ്റിവിറ്റി പറയുന്നവരോടൊപ്പം ഞാൻ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യത്തില്ല. അതെന്റെ ചർച്ചിൽ ഞാൻ പറയാറുണ്ട്. കാരണം നമ്മുടെ ഒരു ദിവസം കളയാൻ ദൈവം നമ്മെ ബിൽഡ് ചെയ്തുകൊണ്ട് വന്ന ദൈവത്തിന്റെ പദ്ധതികളെ തകിടം മറിക്കാൻ ഇവരുടെ ഒരു വാക്കുമതി, ഇവരുടെ ഒരു വാക്കുമതി. ഞാന് ഈ ഞാൻ പറഞ്ഞു, ഞാനൊരു ചർച്ചിന്റെ ശുശ്രൂഷകനായിരുന്നു. ഞാൻ മല്ലപ്പള്ളി പുതുശ്ശേരിയിൽ ഒരു ചർച്ചിന്റെ ശുശ്രൂഷകനായിട്ടായിരുന്നു ഈ കഴിഞ്ഞ 3 വർഷം ഉണ്ടായിരുന്നത്. ഈ ഒരു സ്ഥലമാറ്റത്തോടുള്ള ബന്ധത്തിൽ ദൈവം എനിക്കൊരു നിയോഗം തന്നതിന്റെ വെളിച്ചത്തിൽ ഞാൻ കോട്ടയം മണിപ്പുഴ ലുലു ഒക്കെ ഉള്ള അതിനടുത്തായിട്ട് ഒരു പുതിയ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെ ഒക്കെ ഫോക്കസ് ചെയ്ത ഒരു പുതിയ പ്രവർത്തനം, ഒരു പൈനർ വർക്ക്, ആരുമില്ല, ദൈവം തന്നൊരു ദർശനത്തിൽ ഇങ്ങനെ തുടങ്ങാം. അപ്പം ഇത് റീസെന്റ് പലരും പറഞ്ഞു. അപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ എന്നെ വിളിച്ചു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഞാൻ ഇങ്ങനെ തുടങ്ങുവാന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4-5 പേരുടെ ഹിസ്റ്ററി എന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, 25 വർഷം മുമ്പേ തുടങ്ങുന്ന പോലല്ല ഇപ്പം തുടങ്ങുന്നേ. ഇന്നയാൾക്ക് ഇന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ഇന്നതായിരുന്നു, അവരുടെ കുടുംബത്തിൽ നിന്ന് ആളുണ്ടായിരുന്നു, ഇതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നോടൊരു 7-8 മിനിറ്റ് സംസാരിച്ചു. ഞാൻ എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തൊരു നെഗറ്റീവ് സ്പിരിറ്റ്, ഒരു സൈത്താനിക് സ്പിരിറ്റ് അതിനകത്ത് വ്യാപരിച്ച് അതിങ്ങനെ വരുന്നത് ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ കൺവിൻസ് ചെയ്ത്, ദൈവം എന്നെ ഒരുക്കി കൊണ്ടുവന്ന ആ മുഴുവൻ അവസ്ഥകളും സോറി സോറി
അപ്പൊ ദൈവം എന്നെ കൊണ്ടുവന്ന മുഴുവൻ അവസ്ഥകളും ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോൺവെർസേഷനകത്ത് എൻ്റെ മനസ്സിൽ വല്ലാതെ കിടന്നു. ഞാൻ അവിടെ ഒരു 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 പടിയും കൂടെ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഇനിയും ഒരിക്കലും ഇനിയും ഒരിക്കലും അങ്ങനെ ഒരു കോൺവെർസേഷനിലേക്ക് എന്ന് പറഞ്ഞാൽ ദൈവഹിതമല്ലാത്തൊരു ടോക്കിലേക്ക് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിനകത്ത് നെഗറ്റിവിറ്റി പിശാചി വിതയ്ക്കും കേട്ടോ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിനകത്ത് നെഗറ്റിവിറ്റി പിശാചി വിതയ്ക്കും. അത് ചില കോൺവെർസേഷനിലൂടെ വിതയ്ക്കാം, ചില സാഹചര്യങ്ങളിലൂടെ വിതയ്ക്കാം, ചില വാക്കുകളിലൂടെ വിതയ്ക്കാം. പക്ഷെ ഒരിക്കലും അതിലൊന്നുമല്ല ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. സോറി, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാധാരണ കയറുന്ന ഡിവൈസിലല്ല കയറിയത്, അതുകൊണ്ട് എന്തോ ഡിസ്ട്രാക്ഷൻ അതിനകത്ത് വരുന്നു, സോറി. അപ്പം അങ്ങനെ നമ്മുടെ മനസ്സിനകത്ത് നെഗറ്റിവിറ്റി വിതയ്ക്കും. ഈ നെഗറ്റിവിറ്റി വിതച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിന്നെ താങ്ക്ഫുൾ ആകാൻ പറ്റത്തില്ല. ചിലർ നോക്കിക്കോ, അവരുടെ ലൈഫിനകത്ത് കംപ്ലൈൻസ് അല്ലാതെ അവർക്ക് മറ്റൊന്നുമില്ല. കംപ്ലൈൻസ് അല്ലാതെ അവർക്ക് മറ്റൊന്നുമില്ല. ഒരിക്കലും അവർക്ക് കംപ്ലൈന്റ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാറ്റിനകത്തും കംപ്ലൈന്റ് പറയും, എല്ലാവരോടും കംപ്ലൈന്റ് പറയും. ലൈഫിനകത്ത് ഒരു പോസിറ്റീവ് കാര്യങ്ങളും പറഞ്ഞിട്ടില്ല, കംപ്ലൈന്റുകൾ മാത്രം, കംപ്ലൈന്റുകൾ മാത്രം. എപ്പോഴും കംപ്ലൈന്റ് ആണ് പറയുന്നത്. എന്റെ പ്രിയരെ, നമ്മളെ പറ്റി ദൈവം പറയുന്നത് കംപ്ലൈന്റ് പറയാൻ സാഹചര്യമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ശുശ്രൂഷകനാണ് നമ്മൾ. ആ, ഞാൻ എത്രയോ പ്രാവശ്യം നമ്മൾ കംപ്ലൈന്റ് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒറ്റ കാര്യം, നമ്മുടെ ആ കംപ്ലൈന്റ് പറയുന്ന ആ സ്പിരിറ്റിനെ, കംപ്ലൈന്റ് പറയുന്ന അവസ്ഥയെ ഒന്ന് മാറ്റിയിട്ട് അതിന്റെ നടുവിൽ ദൈവത്തിന് താങ്ക് യു പറയാൻ പറ്റുമോ, ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ, സ്തോത്രം പറയാൻ പറ്റുമോ? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സാഹചര്യങ്ങൾ തന്നെ മാറും, നിങ്ങളുടെ അവസ്ഥകൾ തന്നെ പറയും. എല്ലാറ്റിനകത്തും സ്തോത്രം ചെയ്യാൻ കഴിയുമോ? എല്ലാറ്റിനകത്തും സ്തോത്രം ചെയ്യാൻ കഴിയുമോ? നിങ്ങളുടെ ആ സാഹചര്യങ്ങൾ തന്നെ. അടുത്തത് ഏറ്റവും വലിയ കാര്യം പറയാം, എല്ലാറ്റിനകത്തും സ്തോത്രം പറയാമെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സംതൃപ്തിയുണ്ട്, നമ്മളൊരു ഒരു കണ്ടന്റഡ് ലൈഫായിരിക്കും നമ്മൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ പലതിനെ പറ്റി ബോധേഡാകേണ്ടത് പോലും നമ്മൾ ഓവർ ബോധേഡ് അല്ല, നമ്മൾ കണ്ടന്റഡ് ആയിരിക്കും. പൗലോസൊക്കെ പറയുന്ന ഒരു പദമുണ്ട്, എല്ലാ അവസ്ഥയിലും ഇരിപ്പാൻ എനിക്കറിയാം, ഉയർച്ചയിലിരിപ്പാനും താഴ്ചയിലിരിക്കാനും എനിക്ക്. നമ്മുടെ ലൈഫ് ഒരു കണ്ടന്റ് ലൈഫായി മാറും. എൻ്റെ പ്രിയരെ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യും. ഇതൊരു ബിഹേവിയറായി മാറട്ടെ, നമ്മുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായി മാറട്ടെ, ഒരു വേ ഓഫ് ലൈഫായി മാറട്ടെ. എല്ലാറ്റിനകത്തും കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയട്ടെ. സ്തോത്രത്തിന് ശക്തിയുണ്ട്, ദൈവത്തിന് നന്ദി പറയുന്നതിന് ശക്തിയുണ്ട്. നിങ്ങളല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്ക്, സാഹചര്യങ്ങൾ മാറുന്നത് കാണാൻ കഴിയും. ഞാൻ ഈ ഒരു ദൂത് ഈ ഒരു സമൂഹത്തിന് ഇന്ന് കൈമാറുന്നത്, എല്ലാറ്റിനകത്തും സ്തോത്രം ചെയ്യാൻ കഴിയട്ടെ. ഒന്ന്, ഗോഡ് കോൺഷ്യസ് ആയി മാറട്ടെ. രണ്ട്, ഗ്രേസ് കോൺഷ്യസ് ആയി മാറട്ടെ. മൂന്നാമതായിട്ട്, നമ്മൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ആഴമായ ഒരു അവസ്ഥ, നമ്മുടെ സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴമായ ഒരു അവസ്ഥയിലേക്ക് വരുവാനിടയാകട്ടെ. എല്ലാറ്റിലും നന്ദി പറയുന്ന ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കണ്ടാൽ, ഭാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ, ഒരിക്കലും ആ ഭാരത്തിന്റെ വലിപ്പമല്ല ആ വ്യക്തിയോട് ഷെയർ ചെയ്യുന്നത്, ദൈവത്തിന്റെ വലിപ്പമാണ്. ദൈവം നമ്മളിൽ ഇങ്ങനൊരു സംതൃപ്തി തന്നു കഴിഞ്ഞാൽ നമ്മളിലൂടെ ആശ്വാസം കൈമാറപ്പെടും, നമ്മളിലൂടെ സമാധാനം കൈമാറപ്പെടും, നമ്മളിലൂടെ ദൈവസ്നേഹം കൈമാറപ്പെടും. അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ രൂപപ്പെടുവാനിടയാകട്ടെ. ഇതൊരു ആക്ട് ഓഫ് വാർഷിപ്പാണ്, വൺ ഓഫ് ദ ആക്ട് ഓഫ് വാർഷിപ്പാണ് ഈ സ്തോത്രം ചെയ്യുക, നന്ദി പറയുക എന്ന് പറഞ്ഞാൽ. എല്ലാറ്റിലും സ്തോത്രം ചെയ്യാൻ കഴിയട്ടെ, എല്ലാറ്റിലും നന്ദി പറയാൻ കഴിയട്ടെ. ഇസ്രായേൽ മക്കളെ നോക്കിക്കേ, അവരെവിടെയും കണ്ടന്റഡ് അല്ല. നിങ്ങൾ നോക്കിക്കോ, അവര് മന്നയിൽ കണ്ടന്റ് അല്ല, അവർ കൊടുത്ത ഇറച്ചിയിൽ കണ്ടന്റ് അല്ല, അവരുടെ ലൈഫിനകത്ത് പലതിനകത്തും അവർ കണ്ടന്റ് അല്ല. സംഭവിച്ച കാര്യം, മിക്ക പേരിലും യഹോവ പ്രസാദിച്ചില്ല. എന്നാൽ പരിമിതികളുടെ നടുവിലും ദൈവത്തിന്റെ കരുതലുകളെ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ കഴിഞ്ഞാൽ ധൈര്യത്തോടെ നമുക്ക്. പൗലോസിനെ നോക്കിക്കേ, പൗലോസ് പറഞ്ഞു ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്. പക്ഷെ ഏറ്റവും ലാസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ച്. എന്തൊരു ലൈഫാണത്! അന്നേരവും നിങ്ങൾ നോക്കണം, അടുത്ത ഭാഗത്ത് പൗലോസ് പറയും, നീ വരുമ്പോ ആ ചർമ്മലിഖിതവും പുതപ്പ് എടുത്തോണ്ട് വരണം. എഴുതാനുള്ള സാഹചര്യങ്ങളൊന്നും അവിടെ ഇല്ല. പുതപ്പ്, തണുപ്പ് മാറ്റാനുള്ള പുതപ്പ്, പൂർണ്ണമായിട്ട് തണുപ്പ് മാറുന്നില്ല. ആ വയോധികന് ആ തണുപ്പ് മാറ്റാൻ പറ്റുന്ന ശേഷിയിലുള്ള ഒരു പുതപ്പല്ല ഇപ്പോൾ തന്റെ പക്കലുള്ളത്. നീ ആ പുതപ്പ് എടുത്തോണ്ട് വരണം. എന്ത് അവസ്ഥയാണ്! പക്ഷെ എന്നിട്ടും പറയുകയാണ്, ഹീസ് മച്ച് കണ്ടന്റ്. അവൻ പറയുന്നു, ഞാൻ നല്ല പൊരുതു, ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല.
സംതൃപ്തനായി കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച്, ദൈവത്തിന്റെ സ്നേഹത്തിൽ ആശ്രയിച്ച്, ദൈവത്തിന്റെ ഗുഡ്നെസ്സിനെ റെക്കഗ്നൈസ്. എന്തൊരു ലൈഫാണ് പ്രിയരെ! ദൈവം നമ്മൾ ഇന്ന് ഇങ്ങനൊരു അനുഭവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ലൈഫ് അങ്ങനെ ബ്യൂട്ടിഫുൾ ആയി മാറട്ടെ, ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയട്ടെ, സംതൃപ്തരായി തീരാൻ കഴിയട്ടെ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ദൈവഹിതത്തിനകത്തുള്ള കാര്യം, ഇത് ദൈവ ഇഷ്ടത്തിനകത്തുള്ള കാര്യമാണ്. എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയട്ടെ, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ട്രസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. എല്ലാറ്റിലും സ്തോത്രം ചെയ്യാം, എല്ലാറ്റിലും സ്തോത്രം ചെയ്യാം. ഞാൻ ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ഇന്നത്തെ സാഹചര്യത്തിനകത്ത് ഒരു പക്ഷെ നമ്മുടെ എല്ലാം സാഹചര്യം വ്യത്യസ്തമാണ്. പക്ഷെ അതിനോട് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ ഗുഡ്നെസ്സിനെ ഒന്ന് കാണാൻ പറ്റുമോ? ദൈവത്തിന്റെ മാറ്റമില്ലായ്മ ഒന്ന് ദർശിക്കാൻ കഴിയുമോ? ഒന്ന് സ്തോത്രം പറഞ്ഞിട്ട് പറയാൻ കഴിയുമോ? കർത്താവെ, അങ്ങും നല്ലവനാ, അങ്ങും നല്ലവനാ, അങ്ങയുടെ പ്രവൃത്തിയൊക്കെയും നല്ലതാ. യഹോവ നല്ലവന് കഷ്ട ദിവസത്തിൽ ശരണവുമാണ്. തങ്ങൾ ആശ്രയിക്കുന്നവരെ അങ്ങ് അറിയുന്ന ദൈവമാണ്. എന്തൊക്കെ സംഭവിച്ചാലും അങ്ങ് മാറാത്ത ദൈവമാണ്. ഐ സ്റ്റിൽ ട്രസ്റ്റ് യു ലോർഡ്. എത്ര പേർക്ക് പറയാൻ പറ്റി, കർത്താവ് ഇപ്പോഴും ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങ് ഞാൻ ആശ്രയിക്കുന്നു, അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. എന്റെ സാഹചര്യം എനിക്ക് അനുകൂലമല്ല, ഇന്നത്തെ എന്റെ പശ്ചാത്തലം എനിക്ക് അനുകൂലമല്ല, എന്റെ ശാരീരിക സ്ഥിതി എനിക്ക് അനുകൂലമല്ല, എന്റെ പ്രൊഫഷണൽ മേഖലയിൽ പലതും എനിക്ക് അനുകൂലമല്ല, ഇന്ന് ഞാൻ ഡീല് ചെയ്യുന്നത് ഒന്നും എനിക്ക് അനുകൂലമല്ല. ബട്ട് സ്റ്റിൽ ഐ ട്രസ്റ്റ് ഇൻ യു ലോർഡ്. ആദരങ്ങളും തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, ആദരങ്ങളും തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം, അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം നിങ്ങൾ ഇരിക്കുന്നിടത്ത് അനുഭവിക്കട്ടെ. ലാബ്രാന സീഖാനാമ ഷിയാന്തര ജനാദന ഹർദ്ധന ജൽപ്രവാന ഗശസിയാന്തര. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, ആദരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അന്തരീക്ഷത്തിനകത്ത് ഒരു വലിയ ദൈവ സാന്നിധ്യം ഇന്ന് 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 അനുഭവിക്കട്ടെ. അന്തരീക്ഷത്തിനകത്തൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ. ആദരങ്ങൾ തുറന്ന് നെഗറ്റീവ് സ്പിരിറ്റുകളെ പിശാച് മനസ്സിനകത്ത് കൊണ്ടുവരുന്ന ഡിസ്കറേജ്മെന്റുകളെ ഒക്കെ ജയം എടുത്തിട്ട് പറ, കർത്താവേ, സ്റ്റിൽ ഐ ട്രസ്റ്റ് ഇൻ യു. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങ് വാഴുന്നു, അങ്ങ് വാഴുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവത്തിനും നന്ദി കരയറ്റാൻ കഴിയും. ജനം ഒന്നിച്ച് അല്പനിമിഷം അങ്ങനെ പ്രാർത്ഥിക്കട്ടെ. ലാംബ്രാനിയാന്തന ആസ്ഖല റിയാഭനാജന. അങ്ങനെ അന്തരാത്മാവിൽ ആഗ്രഹിച്ച്, കർത്താവേ, എനിക്ക് അങ്ങയുടെ ആ ഗുഡ്നെസ്സിനെ തിരിച്ചറിയാൻ ഒരു പ്രാവശ്യം കൂടെ കൃപ തരണമെന്ന് ആദരം തുറന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ വായി തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് കഴിയുമെങ്കിൽ ആ കരങ്ങൾ സ്വർഗത്തേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കുക. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ എത്ര കഠിനമാകട്ടെ, ബട്ട് കർത്താവിന്റെ സാന്നിധ്യം ഇതിനകത്തെല്ലാം ഉണ്ട്, ദൈവത്തിന്റെ നടത്തിപ്പ് ഇതിനകത്തെല്ലാം ഉണ്ട്. ദൈവം നല്ലവനാണ്, ദൈവത്തിന്റെ ഇടപെടൽ എന്നും ആശ്ചര്യകരമാണ്. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾക്കൊന്നിച്ചു തന്ന അവസരത്തിനായി സ്തോത്രം. എല്ലാറ്റിലും സ്തോത്രം പറയാൻ അത് അങ്ങയുടെ ഇഷ്ടമാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിന് സ്തോത്രം. എല്ലാറ്റിലും നന്ദി പറയാൻ, സ്തോത്രം ചെയ്യാൻ കൃപ തരണമേ. അങ്ങയുടെ സന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് വാഴുന്നു, ഞങ്ങൾ ഇപ്പോഴും അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ, അങ്ങയുടെ മുഖത്തെ ഞങ്ങൾ കാണുന്നു. കർത്താവെ, അങ്ങക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, ജനത്തെ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി, യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് നല്ലവനാണ്. എല്ലാറ്റിലും സ്തോത്രം ചെയ്യാം. ഗാഡ് ബ്ലസ് യു.